തട്ടമിടാതെ ഒരു വെറൈറ്റി മീഡിയയിൽ വന്നിട്ട് എനിക്ക് മതമില്ല എന്ന് പ്രഖ്യാപിച്ചാൽ എങ്ങനെയാണ് സുഹൃത്തുക്കളെ മതമില്ലാതാവുക? നമ്മുടെ വായ കൊണ്ട് പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കണ്ടേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതായത് 31-ാം തീയതി ഇവർ കുറച്ച് മീഡിയയ്ക്ക് അഭിമുഖം കൊടുത്തു. ആ മീഡിയയിൽ ഇവർ പറയുന്നു, ഇനി പൊട്ടുകുത്തിയോ തട്ടമിട്ടോ മതമുണ്ടോ മതമില്ലേ എന്നൊന്നും ആരും ചോദിച്ചു വരണ്ട എന്നാണ് പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്, ഞാനൊരു പൊട്ട് കുത്തിയിട്ട് ഞാൻ എന്താ അങ്ങനെ അങ്ങോട്ട് മതം മാറും എന്നൊക്കെ പറഞ്ഞിട്ടോ ഹിന്ദുക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് അഭ്യാസ പ്രകടനം ഇറക്കിയ ഈ ഊടായ്പ് കൃഷ്ണഭക്ത എന്ന് പറയുന്ന ഈ കുപ്രസിദ്ധ ഹണി ട്രാപ്പ് ഒന്നാം തരം ഊടായ്പാണ് ഇവര് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. തട്ടമിടാണ്ട് വന്നുകൊണ്ട് ഒരു ചാനലിന്റെ മുമ്പിൽ വന്ന് നിന്നിട്ട് എനിക്ക് മതമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് നമുക്ക് വായ കൊണ്ട് നമുക്ക് പലർക്കും പലതും പറയാൻ കഴിയും ഇല്ലേ? അത് നമുക്ക് പ്രവർത്തിച്ച് കാണിക്കാനാണ് പാട്. കണ്ണൻ വീട് തന്നു, കണ്ണനെ എനിക്ക് ഭയങ്കര ഭക്തിയാണ് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നില്ല, കണ്ണൻ്റെ മതത്തിലേക്ക് വരുന്നില്ല എന്നൊരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇവർ ഹിന്ദുമതം സ്വീകരിക്കാത്തത്? അതിനുള്ള മറുപടി ഈ താത്ത വന്ന് പറയട്ടെ. ബാക്കിയുള്ളവർ മുഴുവൻ കണ്ണൻ ഒന്നും കൊടുക്കാതെ ഇങ്ങനെ പട്ടിണിക്കിട്ടിട്ട് ഇവൾക്ക് മാത്രം ഈ ഊടായ്പ് കാണിക്കുന്ന ഈ കപടഭക്തിക്ക് മാത്രമാണ് കണ്ണൻ ഇങ്ങനെ വാരിക്കോരി കൊടുക്കുന്നത് എന്ന് ഇവള് പറയുകയാണ്. അങ്ങനെ വാരിക്കോരി കൊടുക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ള സ്ത്രീകളോ മറ്റുള്ള ജനങ്ങളോ ഒന്നും കണ്ണന് ഒന്നുമല്ല, ഇവൾ മാത്രമാണ് പ്രിയപ്പെട്ടത് എന്ന് നാഴികയ്ക്ക് 40 വട്ടം വന്നിരുന്ന ഈ സോഷ്യൽ മീഡിയയിൽ കൂടി പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആ കണ്ണന്റെ മതത്തിലോട്ട് വരാൻ വിമുഖത കാണിക്കുന്നത്? അതിനുത്തരമാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ എനിക്ക് മതമില്ല എന്ന് എനിക്ക് വന്ന് പറയാം, പക്ഷെ അതെനിക്ക് പ്രവർത്തിച്ച് കാണിക്കണമെങ്കിൽ കുറച്ച് പുളിക്കും അല്ലെ? 31-ാം തീയതി മതമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1-ാം തീയതി വെളുപ്പിനെ എഴുന്നേറ്റിരുന്ന് അള്ളാനെ വിളിക്കുന്ന ഈ കപടഭക്തനെ ഞാൻ കണ്ടു. പുതിയ വീടിന്റെ ഉമ്മറക്കോലായിൽ ഇരുന്നുകൊണ്ട് കറുത്ത ഡ്രസ്സിൽ ഇവരുടെ വായ കൊണ്ട് മതമില്ലാത്ത എന്ന് തലേ ദിവസം പ്രഖ്യാപിച്ചിട്ട് ഇവരുടെ വായ കൊണ്ട് പിറ്റേ ദിവസം അള്ളാനെ വിളിക്കുന്ന വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, തെളിവ്. അപ്പോൾ എങ്ങനെയാണ് മതമില്ലാത്ത ഒരുത്തി അള്ളാനെ വിളിക്കുന്നത്? മതമില്ല എന്ന് പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അത് പ്രവർത്തിച്ച് മറ്റുള്ള ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ ഈ സ്ത്രീനെ കൊണ്ട് സാധിക്കൂല. അപ്പൊ ഇവർക്ക് മതമുണ്ട്. ഇവൾക്ക് മതമില്ല എന്ന് പറയുമ്പോൾ ഇവൾ 9-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട് എന്നാണല്ലോ പറയണത്. ആ സർട്ടിഫിക്കറ്റിൽ കിടക്കുന്ന മതം എന്താണ്? അത് മാറ്റിയോ ഇവര് വായ കൊണ്ട് വന്ന് നിന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞാൽ ഇവർക്ക് മതമില്ലാതാകുമോ? ഇവരുടെ മക്കളുടെ മതം എന്താണ്? അവരുടെ സർട്ടിഫിക്കറ്റിൽ കിടക്കുന്ന എന്താണ്? അവരെ സ്കൂളിൽ ചേർത്തപ്പോൾ എഴുതി കൊടുത്തിട്ടുള്ളത്. ഇവരുടെ മാതാപിതാക്കളുടെ മതം എന്താണ്? ഇവരുടെ മറ്റു ബന്ധുക്കളുടെ മതം എന്താണ്? വീടിന്റെ ഉടമസ്ഥ വന്ന് മതമില്ല എന്ന് പറയുന്നു. ഉടമസ്ഥയുടെ അച്ഛനും അമ്മയും മുൻകൈ എടുത്തിട്ട് മൊയ്ലിയാക്കന്മാരെ വിളിക്കുന്നു, മൊയ്ലൂതൂതുന്നു, സുബഹി നിസ്കാരം നടത്തിയിട്ട് വീട്ടിൽ കയറി കൂടുന്നു, പാല് കാച്ചുന്നു. കണ്ണന് പുല്ലുവില്ല. കണ്ണൻ തന്ന വീട്, കണ്ണൻ കൊടുത്ത അനുഗ്രഹം, കണ്ണൻ കൊണ്ട് അന്നം കഴിക്കുന്നവള് എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോഴും എന്തിന് കണ്ണനെ മാറ്റി നിർത്തുന്നു? സത്യം പറഞ്ഞാൽ ഈ കണ്ണൻ കാരണമാണ് വീട് തന്നത് എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ ഉളുപ്പും ലജ്ജയും ഇല്ലേ എന്ന് ചോദിക്കേണ്ട അവസ്ഥയാണ്. എനിക്ക് ഒരു സാധനം കിട്ടാൻ കണ്ണൻ കാരണക്കാരനായെങ്കിൽ ആ കണ്ണനല്ലേ ഞാൻ അതിന്റെ ഫുൾ ക്രെഡിറ്റും കൊടുക്കേണ്ടത്? അതായത് അവളുടെ മതത്തിൽ തന്നെ നിന്നുകൊണ്ട് ഒരു ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ കഴിച്ചുകൊണ്ടാണ് അവള് മതമില്ല, കണ്ണനാണ് എനിക്ക് എല്ലാം തന്നത് എന്ന് പറയുന്നത്. അതിൽ എന്ത് കാര്യമുണ്ട്? എന്താണ് ഈ പറയുന്നതെന്ന് ഇവൾക്ക് അറിയാമോ? ഇവള് പറയുന്ന ഇത്തരം വിഡിത്തങ്ങൾ കേൾക്കുന്ന പൊട്ടന്മാരായ നിങ്ങളെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്താണ് ഈ പറയുന്നതെന്ന്? സത്യം പറഞ്ഞാൽ ഇവള് തട്ടമിടുകയോ ഇടാതിരിക്കുകയോ പൊട്ടുകുത്തുകയോ കുത്താതിരിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന്റെ വിഷയമല്ല. പക്ഷെ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ പ്രതികരിക്കുന്നത്. കണ്ണൻ തന്ന വീട്ടിൽ കണ്ണന്റെ ഒരു ഫോട്ടോ വെച്ചിട്ടില്ല. കണ്ണൻ തന്ന വീട്ടില് ഹിന്ദു മതാചാരപ്രകാരം ഇനി ചടങ്ങുകൾ നടത്തണമെന്ന് നമ്മൾ പറയുന്നില്ല. മതമില്ലാത്തവർക്ക് അങ്ങനത്തെ ചടങ്ങുകളൊന്നുമില്ല. അപ്പോഴും അപ്പുറത്ത് മുസ്ലിം മതാചാരപ്രകാരം ചടങ്ങുകൾ നടത്തി. ഈ പാല് കാച്ചുമ്പോ ഒരു നിലവിളക്കോ ഒരു കണ്ണന്റെ ഫോട്ടോയോ വച്ചിട്ട് അവിടെ ഒന്ന് വെക്കണമായിരുന്നു. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇനി നിലവിളക്ക് കത്തിച്ചില്ല, വേണ്ട, അവരുടെ മതാചാരപ്രകാരം അത് തെറ്റാണ്. അതുകൊണ്ടാണല്ലോ അവർ അത് ചെയ്യാഞ്ഞത്. മതമില്ല എന്ന് പറയുന്നവർ നിരീശ്വരവാദികളാണ്, അതായത് എത്തിസ്റ്റുകളാണ്. എത്തിസ്റ്റുകൾ എന്തിനാണ് മൊയ്ലൂദൂതി സുബഹിക്ക് നിസ്കരിച്ച് പാല് കാച്ചുന്നത്? അപ്പൊ മതമില്ലാത്തവര് ഒരു വീട് കയറി താമസിക്കുമ്പോൾ യാതൊരുവിധ മതത്തിന്റെയും ആചാരങ്ങളും ആ വീട്ടിൽ ചെയ്യാൻ പാടില്ല.
എല്ലാത്തിനും മൗനസമ്മതം കൊടുത്തുകൊണ്ട് തനിക്ക് മതമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ സ്ത്രീ ഒന്നും മാറി നിൽക്കുന്ന കാഴ്ച, എന്നിട്ട് ജനങ്ങളെ പൊട്ടം കളിപ്പിക്കുന്ന കാഴ്ച. സോഷ്യൽ മീഡിയയിൽ ഒന്ന് പറയാണ് തനിക്ക് മതമില്ല, എന്നിട്ട് അവർക്കിടെ ആ വീട്ടില് അവരുടെ മതാചാരപ്രകാരം എല്ലാ ചടങ്ങുകളും ചെയ്യാൻ ഇവര് മൗനാനുവാദം കൊടുത്തുകൊണ്ടാണ് ഈ നാടകം കളിക്കുന്നത്. മനസ്സിലാക്കണം നിങ്ങൾ. സോഷ്യൽ മീഡിയയില് 31-ാം തീയതി വന്ന വീഡിയോന്റെ താഴെ വരുന്ന കമന്റുകൾ നിങ്ങളൊന്ന് വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഹിന്ദുക്കളെ ഇനിയും പൊട്ടന്മാരാക്കാൻ കഴിയുകയില്ല എന്നൊരു കാര്യം താത്തേ നിനക്ക് ഉഗ്രനായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കണ്ണൻ തന്നതാണ് എന്ന് വെച്ചിട്ട് നീ കണ്ണനെ വെച്ചിട്ട് ഈ കപട നാടകം കളിക്കുമ്പോഴും ഞങ്ങളെ പോലുള്ള വിശ്വാസികൾക്ക് അറിയാമടി നീ നടത്തുന്നത് കപട ഭക്ത നാടകമാണെന്ന്. പാല് കാച്ചിയപ്പോ കണ്ണന്റെ ഒരു ഫോട്ടോ നീ വെച്ചോ? ഒന്നും വേണ്ട, നീ വരച്ച ഫോട്ടോ അതിനി നിനക്ക് അന്വേഷിച്ചു പോകേണ്ട കാര്യമില്ലല്ലോ. ഒരെണ്ണം എടുത്തിട്ട് എനിക്ക് എൻ്റെ കണ്ണൻ തന്നതാണ് എന്ന് പറഞ്ഞിട്ട് ആ കണ്ണന് വേണ്ടിയല്ലേടി നീ സമർപ്പിക്കേണ്ടിയിരുന്നത്? അള്ളാന് കണ്ണൻ തന്ന വീട് അള്ളാന് സമർപ്പിച്ചുകൊണ്ട് പാല് കാച്ചാൻ നിനക്ക് ആരടി ചൂലെ ഇത് തന്നത്? എന്നിട്ടും മതമില്ല പോലും. മതമില്ലാതെയാണോടി വീടിന്റെ പാല് കാച്ച ചടങ്ങ് തുടങ്ങിയിട്ട് എല്ലാ ചടങ്ങുകളും മുസ്ലിം ആചാരപ്രകാരം നടത്തിയത്? മതമില്ലാഞ്ഞിട്ടാണോ? പറയടി നീ. അപ്പൊ മതമില്ലാത്തവർ വീടിന്റെ പാല് കാച്ച ചടങ്ങ് നടത്തുകയാണെങ്കിൽ മൊയ്ലൂത്ത് ഊതി സുബഹി നിസ്കരിച്ചാണോ കേറേണ്ടത്? നിങ്ങൾ തന്നെ പറയേ. മതമില്ലാത്തവർക്ക് എന്ത് പാല് കാച്ച്? അപ്പോഴും അവർക്ക് അവിടെ മതമുണ്ട് എന്ന് തന്നെയാണ് സ്ഥാപിക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലാണ്ട് മതമില്ല എന്നല്ല. മതമില്ല പോലും. മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പുറത്തു നിന്ന് തന്തയ്ക്കും തള്ളയ്ക്കും മതപ്രകാരം എല്ലാ ചടങ്ങുകളും നടത്താൻ ആഹ്വാനം കൊടുത്തിട്ട് അവള് വന്ന് പറയുന്നു മതമില്ല. മതമില്ലാത്തവളുടെ വീട്ടിൽ ഒരു ചടങ്ങ് നടത്തരുതടി. കണ്ണന്റെ ഫോട്ടോ നിനക്ക് വെക്കാൻ വിഷമായിട്ടല്ലേ? കണ്ണൻ വീട് തന്നു എന്ന് 4 ആളോട് ഇവിടെ നിന്ന് വിളിച്ചു പറയുമ്പോഴും എന്തുകൊണ്ട് നീ കണ്ണന്റെ ഒരു ഫോട്ടോ വെക്കുന്നില്ല? നീ വരയ്ക്കുന്ന നിന്റെ ജീവനില്ലാത്ത ഒരു കണ്ണന്റെ ഫോട്ടോ ഉണ്ടല്ലോ, അതെങ്കിലും നീ കൊണ്ടുവന്ന് വെച്ചോ? വെക്കില്ല. എന്തുകൊണ്ടാടി? നന്ദിയില്ലാത്തവളെ. നാഴേക്ക് 40 വട്ടം കണ്ണൻ തന്നു എന്ന് ജനങ്ങളോട് നീ വിളിച്ചു പറയുന്നത് അവരെ വിശ്വസിപ്പിക്കാൻ മാത്രമാണ്. എന്താടി നീ ചെയ്യാത്തത്? ജനങ്ങളെ വിശ്വസിപ്പിക്കുമ്പോ നീ അത് പ്രവൃത്തിയിൽ കാണിക്കടി ചൂലെ. അതാണ് എനിക്ക് പറയാനുള്ളത്. എടി നായിന്റെ മോളെ, നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. കാരണം എന്താണെന്നറിയോ? കണ്ണനെ വരെയാണ് നീ പറ്റിച്ചോണ്ടിരിക്കുന്നത്. എവിടെയാടി നിന്റെ മറ്റവന്റെ അച്ഛനും അമ്മയും? കണ്ടില്ലല്ലോ. പുതിയ വീട്ടിന്റെ പാല് കാച്ചൽ ചടങ്ങിന് ഇറങ്ങിയതല്ലേ, വഴിയിൽ എവിടെ പോയി? നിന്റെ മറ്റവനില്ലേ, നിന്റെ ഇപ്പോഴത്തെ സ്റ്റെപ്പിന് അവന്റെ തന്തയുടെയും തള്ളയുടെയും കാര്യമാണ് ചോദിക്കുന്നത്. എവിടെ പോയി പറയേ? പാതി വഴിയിൽ വീണു പോയോ? പുതിയ വീട്ടിലോട്ട് എത്തിയില്ലേ? എടി അപശകുനമാണല്ലോടി കാണുന്നത്. അപശകുനമാണല്ലോടി. വിവരങ്ങൾ അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. നീ ഇല്ലാത്ത കാര്യം കണ്ണന്റെ പേര് പറഞ്ഞുണ്ടാക്കി കളിക്കുമ്പോൾ കണ്ണൻ എന്താടി നിനക്ക് മറുപടി തരില്ല എന്ന് കരുതിയോ? എവിടെയാടി നിന്റെ മറ്റവൻ ആ വേട്ടാവളിയന്റെ നിന്റെ ഇപ്പോഴത്തെ സ്റ്റെപ്പിനിയുടെ തന്തയും തള്ളി ഇപ്പൊ എവിടെയാ? പറയ്. നീ പറയൂല, നിനക്ക് പറയാൻ പറ്റൂല. കാരണം എടി കണ്ണന്റെ പേര് വെച്ചതുപോലെ കപട നാടകം നടത്തി ജനങ്ങളെ പറ്റിക്കുമ്പോ കണ്ണൻ നിനക്ക് മറുപടി തരൂലെന്ന് നീ കരുതിയിരിക്കുന്നുണ്ടോ? നോക്കിക്കോടി. സമാധാനമായിട്ട് ഉറങ്ങാൻ പറ്റുമോ? എന്തേ അന്നേ ദിവസം ഇത് സംഭവിച്ചു? ഒരുപാട് നാടകം നടത്തി കളിക്കരുത് മോളെ. മതാചാരപ്രകാരം എല്ലാ ചടങ്ങുകളും നടത്തി കണ്ണൻ തന്ന വീട്ടില് ഈ മാതിരി കൂത്ത് നടത്തിയിട്ട് നീ മതമില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോൾ നീ എത്ര വലിയ മുതലാണ്, നീ എന്താണ് സൈസ് എന്ന് മനസ്സിലാക്കാനുള്ള മിനിമം ബുദ്ധിയെങ്കിലും ഈ കാണുന്ന ഹിന്ദുക്കൾക്ക് ഇല്ലേടി? അതാ ചോദിക്കാനുള്ളത്. ഇല്ലേടി നാറി? ഇനി മതമില്ല എന്ന് പ്രഖ്യാപിച്ചാൽ പോലും വിശ്വാസമില്ലെങ്കിൽ അതിന്റെ രീതിയിൽ ജീവിക്കണം, അല്ലെങ്കിൽ അതിന്റെ രീതിയിൽ നടക്കണം. പക്ഷെ അതല്ല ഇവിടെ കാണിക്കുന്നത്. ഈ വീടിന്റെ 1 തുടങ്ങി A to Z വരെ എല്ലാ കാര്യങ്ങളും മുസ്ലിം മതാചാര പ്രകാരമാണ് നടത്തിയിരിക്കുന്നത്. അപ്പോ എങ്ങനെയാണ് ഇവൾക്ക് മതമില്ലാതെ ഇവളുടെ വീട്ടിൽ ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുക? കണ്ണന്റെ മതാചാര പ്രകാരം ചടങ്ങുകൾ നടത്താൻ ഇഷ്ടമില്ലാഞ്ഞിട്ടാണല്ലോ മതമില്ല എന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് നിനക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നത്. ഇല്ലേടി നാറി? ഇല്ലെങ്കിൽ നീ കണ്ണന്റെ മതത്തിലോട്ട് വന്നേനെ. നിനക്ക് എന്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മതമില്ല എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു? പറയ് നീ. കണ്ണന്റെ മതത്തിലേക്ക് വരാൻ നിനക്ക് പറ്റൂല. നിനക്കത് ഒരിക്കലും ഈ ജന്മം സാധിക്കൂല. അതുകൊണ്ട് നീ പറഞ്ഞു നിനക്ക് മതമില്ല. അതുകൊണ്ടാണ് നീ പറഞ്ഞത് നിനക്ക് മതമില്ലാന്ന്. കണ്ണന്റെ മതാചാരപ്രകാരം ഒരു ചടങ്ങുകളും ചെയ്യാൻ നിനക്ക് കഴിയൂല. അത് നിനക്ക് നല്ല പോലെ അറിയാം. അതിന് നീ കണ്ട ഒരു നാടകമാണ് മതമില്ല എന്ന് പ്രഖ്യാപിക്കുക. വെറൈറ്റി മീഡിയക്കാരാണല്ലോ നിനക്ക് മതമില്ലാതാക്കുന്നത്. അപ്പൊ അത് അതേപോലെ കാണിക്കാനുള്ള ഒരു
കപ്പാസിറ്റി കൂടി ആംബിയർ കൂടി നമുക്ക് വേണം എന്ന് എടി ഊടായ്പ് ഹണി ട്രാപ്പുകാരി നിന്നോട് പറയുകയാണ്. കപടഭക്ത എന്ന് പോലും വിളിക്കാൻ യോഗ്യതയില്ല നീ. അത്രത്തോളമാണ് കൃഷ്ണനെ കബളിപ്പിച്ചിരിക്കുന്നത്, ഇപ്പോഴും കബളിപ്പിക്കുന്നത്. കൃഷ്ണന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദുക്കളെ, അതായത് കൃഷ്ണ ഭക്തരെ ഇപ്പോഴും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആളുകൾക്ക് മനസ്സിലായിട്ടില്ല എന്നാണോ നീ കരുതുന്നത്? നിന്റെ വെറൈറ്റി മീഡിയയുടെ അടിയിൽ വരുന്ന കമന്റ് എടുത്ത് നീ ഒന്ന് നോക്കടി. ഒരുപാട് ചാനലിൽ വീഡിയോ വന്നിട്ടുണ്ട്, കമന്റ് നോക്കടി. കമന്റ് ജനങ്ങൾ എത്രത്തോളം നിന്നെ വിശ്വസിക്കുന്നുണ്ടെന്ന്. അതാടി ഞങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇവിടുന്ന് ശക്തമായിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കും. എത്രത്തോളം ഇവള് കണ്ണന്റെ പേര് വെച്ചിട്ട് ജനങ്ങളെ കബളിപ്പിക്കുന്നു അത്രത്തോളം അത് തുറന്നു കാട്ടിയിരിക്കും. മതമില്ലാത്തവള് ചെയ്യേണ്ട പ്രവൃത്തിയാണോ നീ ചെയ്തത്? ഹസ്ബൻഡ് എവിടെ പോയി? ഏറ്റവും വലിയ ചടങ്ങിന് ഒന്നിനും വരണ്ട, അവനൊന്നും പറയണ്ട. നിന്റെ ഹസ്ബൻഡ് എവിടെ? ഇന്നും നിന്നെ ജനങ്ങൾ തെറി പറയുന്നുണ്ടെങ്കിൽ നീ ചെയ്യുന്ന പ്രവൃത്തിയുടെയാണ് എന്ന് നീ വിശ്വസിക്കുക. ആദ്യമൊക്കെ കൃഷ്ണഭക്തര് ചിലപ്പം ചതിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്ന് ഒരുപാട് പേര് ഇതിനെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൃഷ്ണഭക്തര് ചതിക്കപ്പെടാൻ ചാൻസ് ഇല്ല. മെയ് 31 എനിക്ക് മതമില്ല എന്ന് പരസ്യമായിട്ട് വെറൈറ്റി മീഡിയയിലൂടെ മതമില്ലാണ്ടായവള് 31-ാം തീയതി വെളുപ്പിന് നടത്തിയ നാടകം നിങ്ങൾ കണ്ടല്ലോ. സുബഹി നിസ്കരിച്ചിട്ട് കുടുംബക്കാരടക്കം ഇപ്പൊ ഇവള് പറയും ഇവള് നിസ്കരിച്ചിട്ടില്ല എന്ന്. വേണ്ട, ഇവള് അന്ന് വീഡിയോയിൽ എന്താ പറഞ്ഞത്? ഞങ്ങള് സുബഹി നിസ്കരിച്ചു, അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞങ്ങളെന്ന് പറയുമ്പോൾ ഇവളടക്കാണ്. അവള് നിസ്കരിച്ചു എന്ന നിന്നോട് ആരാണ് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് ഒരു ഡാഷിന്റെ മോൻ എനിക്ക് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവനോടും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ സുബഹി നിസ്കരിച്ചു എന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, തെളിവുണ്ട്, ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഞങ്ങൾ സുബഹി നിസ്കരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ ഒരു കൂട്ടത്തെയാണ് ഞങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുന്നത്. അല്ലാന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതാണ് ചോദിക്കുന്നത്. അപ്പൊ ഞങ്ങൾ സുബഹി നിസ്കരിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിനർത്ഥം? അപ്പൊ ഈ ഫേക്ക് ഐഡിന്ന് എനിക്ക് കമന്റ് ഇടാൻ വരുന്ന ഡാഷിന്റെ മക്കളോടാണ് പറയുന്നത്. അവരൊന്ന് പറഞ്ഞു തരാണ്. അവർക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കേൾക്കണവർക്ക് മനസ്സിലാവും. ഞങ്ങൾ സുബഹി നിസ്കരിച്ചുകൊണ്ട് വീട്ടിൽ കയറിക്കൂടി വീടിന്റെ പാലുകാച്ചൽ നടത്തി. അപ്പൊ മതമില്ലാത്തവളുടെ വീടാണ് പണി കഴിഞ്ഞത്. വീടിന്റെ പാലുകാച്ചൽ ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മതമില്ലാത്തവൾ നടത്തിയ മതപരമായ ചടങ്ങുകൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. അതാണ് മതമില്ലാത്തവളുടെ മതം. കണ്ണനെ ഇത്രത്തോളം ഇഷ്ടമുണ്ടെങ്കിൽ എന്നേ കണ്ണന്റെ മതത്തിൽ ചേർന്നേനെ. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂലേ മതമില്ലാത്തവൾ നടത്തിയ നാടകം. എടി ഇതും പൊളിഞ്ഞു. കണ്ണന്റെ പേരിൽ നിനക്ക് തിന്നണം, നിന്റെ പെരുവയറ് നിറയ്ക്കണം. നിന്നോട് ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഹിന്ദുക്കളെ പറ്റിക്കാനായിട്ട് നീ ഇങ്ങോട്ട് വരണ്ട. കണ്ണന്റെ ഭക്തരെ വിട്ടുപിടി മോളെ. തട്ടം വലിച്ചെറിഞ്ഞു എനിക്ക് മതമില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നീ നടത്തുന്ന ഈ നാടകം ഇതും പൊളിഞ്ഞിരിക്കുകയാണ്. നിന്റെ തള്ളു കേട്ടപ്പോ ഞാൻ വിചാരിച്ചു 1 കോടിയുടെ വീടായിരിക്കും എന്ന്. നിന്റെ ഇത് 3ാമത്തെ വീടാണ്, അതെല്ലാവർക്കും അറിയാം. കണ്ണൻ തന്ന അനുഗ്രഹം എന്ന് ഇവള് തന്നെ പറയുന്നത്, ഇവള് സമൂഹത്തിന് മുമ്പിൽ പറയുന്നത് തെറ്റാണ്. മതമില്ലാത്ത ആള് കണ്ണൻ തന്നു എന്ന് പറയരുത്. കണ്ണൻ തന്നു എന്ന് പറഞ്ഞിട്ടും കണ്ണൻ പടിക്ക് പുറത്താ. കാരണം അത്രത്തോളം പറ്റിക്കുകയാണ്, കണ്ണനെ വരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെയാണോ ജനങ്ങളെ, ഹിന്ദു മതവിശ്വാസികളെ, കൃഷ്ണഭക്തരെ, ഈ കണ്ണനെ വരെ കപട നാടകം നടത്തി പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഈ താത്തയുടെ ഇപ്പൊ കൂടെ കൊണ്ടുനടക്കുന്ന സ്റ്റെപ്പിനയുടെ തന്തയും തള്ളയും എവിടെ പോയി? ഉത്തരവുമായിട്ട് ഇവൾക്ക് വരാൻ പറ്റൂ? കുറേ ദിവസം കഴിഞ്ഞ് വന്നിട്ട് കാര്യമില്ല, ഇന്നോ നാളെയോ കൊണ്ടുവരണം. തന്തേനെയും തള്ളയും കാണിക്കട്ടെ. എന്തു തന്നെയായാലും പൊന്നാര മോളെ, മതമില്ല എന്ന് പറയുമ്പോഴും അതുപോലെ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. മതമില്ല എന്ന് 31-ാം തീയതി പറഞ്ഞുകൊണ്ട് 1-ാം തീയതി രാവിലെ വന്നിരുന്നിട്ട് അള്ളാനെ വിളിക്കരുത്, കേട്ടല്ല. മതമില്ല, തട്ട ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞാൽ നാളെ നിന്നെ ഗുരുവായൂരമ്പലത്തിൽ കയറ്റാനൊന്നും പോകുന്നില്ല. അതിനൊക്കെ കുറേ പ്രൊസീജിയർ ഉണ്ട്. അപ്പം അതിനനുസരിച്ചിട്ട് മതം മാറിയാൽ മാത്രമേ ഗുരുവായൂർ കയറാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? ആ വകാട്ടവും കൊണ്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. വെറൈറ്റി മീഡിയ അല്ല നിന്നെ മതം മാറ്റുന്നത്. ജനങ്ങൾ എന്താ പൊട്ടന്മാരോ?